നമ്മുടെ ലഞ്ച് ബോക്സ് സീരീസിലെ രണ്ടാം ദിവസമാണ് കേട്ടോ. ഇന്നൊരു പൊട്ടാറ്റോ റൈസ് ഉണ്ടാക്കാം നമുക്ക്. അതിനായിട്ട് ഒരു പൊട്ടാറ്റോ എടുത്ത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഉപ്പ് പുരട്ടിയിട്ട് വറുത്തെടുക്കാം കേട്ടോ. എരിവ് നല്ല ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഈ സമയത്ത് മുളക് പൊടിയും ചേർക്കാം കേട്ടോ. ഏകദേശം ഈ നിറാവണ വരെ മൂപ്പിക്കണം കേട്ടോ. എന്നിട്ടിത് കോരിയെടുക്കാം. എന്നിട്ടൊരു പാനിൽ ഓയിലൊഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് മൂപ്പിക്കുക കേട്ടോ. എന്നിട്ടൊരു 2 സവാള ഇട്ടിട്ട് നല്ലപോലെ ബ്രൗൺ നിറമാവണ വരെ മൂപ്പിക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ആവശ്യത്തിനിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മസാലകളുടെയൊക്കെ പച്ചച്ചോയ മാറുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഏതെങ്കിലും ടൈപ്പ് റൈസ്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ സാധാരണയായിട്ട് എന്നും ചോറ് വയ്ക്കാറുള്ള കുറുവേൻ്റെ റൈസിൻ്റെ ചോറാണ്. നമുക്ക് വേണമെങ്കിൽ ബസുമതിയോ ജീരകശാലയോ ഏതെങ്കിലും എടുക്കാം കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പിട്ടിട്ട് വേവിക്കാത്തതുകൊണ്ട് ചോറിൽ പാകത്തിന് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി നമ്മുടെ ലഞ്ച് ബോക്സിലാക്കി കൊടുത്തു കേട്ടോ. ഇതിനൊപ്പം ഒരു ഓംലേറ്റോ പപ്പടമോ എന്തെങ്കിലും ആക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ടേസ്റ്റോടെ കഴിക്കാം കേട്ടോ. കുട്ടൂനിപ്പോൾ ഓംലേറ്റും പപ്പടമൊന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.